ഹലോ എവ്രിവൺ, എല്ലാവർക്കും ന്യൂസ് അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് PSC നടത്തുന്ന ലാബ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളാണ്. അതിനകത്ത് കെമിസ്ട്രിയുടെ പാർട്ടാണ് മൊഡ്യൂൾ 1 വരുന്ന ഒരു ചെറിയ ടോപ്പിക്, ഇക്വിലിബ്രിയം ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് pH. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കൂ, അതായത് ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു വസ്തുവാണെന്ന് വിചാരിക്കൂ. ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവാണ്. ഓക്കെ, അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് ഭാഗത്തേക്ക് നമ്മൾ സെയിം എമൗണ്ട് ഓഫ് പ്രഷർ ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? നിങ്ങൾ എന്നെ പറഞ്ഞേ, എന്താ സംഭവിക്കുക? അവിടെ ചേഞ്ച് ഉണ്ടോ? ആ ഒരു സോളിഡ് വസ്തുവിന് അവിടെ ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവോ? ഇല്ല, അല്ലെ? അവര് അനങ്ങാതെ അവിടെ നിൽക്കും. ഓക്കെ അല്ലേ? അതായത് ഇറ്റ് വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് റെസ്റ്റ്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയത്തിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്ന് പറയും. നമ്മളിതിനെ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നാണ് ഇതിനെ പറയുന്ന പേര്. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറയാം. ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു. ഇതിനകത്തേക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അതേ സമയത്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബീക്കറിന്റെ ബോട്ടം പൊസിഷനിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം 1 ഡ്രോപ്പ് മേലെന്ന് നമ്മൾ ആഡ് ചെയ്യും തോറും 1 ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോ 2 ഡ്രോപ്പ് ആഡ് ചെയ്യുന്ന നേരം 2 ഡ്രോപ്പ് പുറത്തേക്ക് പോകുന്നുണ്ട്. നമുക്ക് അവിടെ എന്ത് ചേഞ്ച് വല്ലതും കാണാൻ പറ്റുമോ? ഇല്ല, ഒരു ചേഞ്ച് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കറക്റ്റ് വാല്യൂ ഉണ്ടല്ലോ, അതായത് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ആ ഒരു വെള്ളമാണെങ്കിൽ വെള്ളം അതെന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കണം, നമുക്ക് കാണാം. അതായത് ഒരു ചേഞ്ച് ഇല്ലാതെ നമുക്ക് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് എക്സാമ്പിൾ ആണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം. ഓക്കെ, ഇതൊരു ഇക്വിലിബ്രിയം തന്നെയാണ്. ഇതിന് നമ്മൾ പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, ഈ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു, ഡൈനാമിക് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞു. ആൻഡ് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിന് ഒരു എക്സാമ്പിൾ ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡൈനാമിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയുള്ള റിയാക്ഷൻസ്, ഓക്കെ, അതായത് ആഡ് ചെയ്യുന്നത് നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ പോകുന്നത് നമുക്ക് എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ടൈപ്പ് റിയാക്ഷൻസിനെ കുറിച്ചാണ്. ഓക്കെ, ഒന്നാമതാണ് റിവേഴ്സിബിൾ റിയാക്ഷൻസ്, രണ്ടാമതാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ആദ്യം നമുക്ക് ഇർറിവേഴ്സിബിൾ റിയാക്ഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്: ദ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഓൺലി ഇൻ 1 ഡയറക്ഷൻ. ഓക്കെ, ഒരു ഡയറക്ഷനിൽ മാത്രം റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഈ പറയുന്ന NaOH പ്ലസ് HCl. ഓക്കെ, അതായത് ആസിഡ് പ്ലസ് ബേസ് ആണ്. NaOH ഒരു ബേസ് ആണെന്ന് നമുക്കറിയാം, പ്ലസ് ആസിഡും ബേസും കൂടെ ചേർന്ന് എന്താ കിട്ടുന്നത് നമുക്ക് അറിയാം. എന്താ അത്? സോൾട്ട് ആൻഡ് വാട്ടർ ആണ്, അല്ലേ? അപ്പൊ അത് തന്നെയല്ലേ അവിടെ കിട്ടിയിട്ടുള്ളത്, അല്ലെ? സോൾട്ട്, NaCl എന്ന് പറയുന്ന സോൾട്ടും H2O എന്ന് പറയുന്ന വാട്ടറും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ റിയാക്ഷൻ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല? തിരിഞ്ഞു വരില്ല. ബാക്ക്വേർഡ് റിയാക്ഷൻ ഇതിനകത്ത് ഒരിക്കലും നടക്കില്ല. ഇതിനകത്ത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു ഇർറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഇതിനൊരു രണ്ടാമതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാട്ടോ, നമ്മളിപ്പോ പറഞ്ഞ എന്താ? ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് എന്ത്? സോൾട്ട് പ്ലസ് വാട്ടർ എന്നത്. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് ആണ് കേട്ടോ. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്നാ പറയുന്നത്. ഓക്കെ, അതായത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്.
ഒരു എക്സാമ്പിൾ എഴുതരാം. AgNO3. എന്താ AgNO3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിൽവർ നൈട്രേറ്റാ. അപ്പൊ സിൽവർ നൈട്രേറ്റും NaCl കൂടെ ചേർന്ന് കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡ്. അത് പ്രസിപ്പിറ്റേറ്റ് ആണ്. PPT എഴുതുന്നുണ്ട് കേട്ടോ. പ്രസിപ്പിറ്റേറ്റ് ആണ്. പ്ലസ് ബാക്കി NaNO3. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നോക്കൂ, ഇവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കൂ, പ്രസിപ്പിറ്റേറ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു പോകാനുള്ള ചാൻസ് വരുമോ അവിടെ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ആരുടെ എക്സാമ്പിൾ അത്? റിവേഴ്സിബിൾ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു എക്സാമ്പിളും കൂടി ഉണ്ട്. അതാണ് കമ്പഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. കമ്പഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കത്തിക്കുക എന്നുള്ളതാ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, എക്സാമ്പിൾ നോക്കൂ. കാർബൺ C+O2 അല്ലെ, കമ്പഷനിൽ എപ്പോഴും ഓക്സിജൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. C+O2 gives CO2 പ്ലസ് ഹീറ്റ്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ. തിരിച്ച് കാർബണോ ഓക്സിജൻ ആയിട്ട് അത് മാറില്ല. സോ ഇത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇതൊരു ഇറിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള റിയാക്ഷനുകളിൽ എന്താണ് പ്രത്യേകത? അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം ഫോർവേഡ് റിയാക്ഷൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം ഇല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെയുള്ള റിയാക്ഷൻ, അതായത് ഇറിവേഴ്സിബിൾ റിയാക്ഷനിൽ എന്തില്ല? കെമിക്കൽ ഇക്വിലിബ്രിയം ഇല്ല. നോ കെമിക്കൽ ഇക്വിലിബ്രിയം. ഓക്കെ, സോ ഇതാണ് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ. നെക്സ്റ്റ് ആണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്? ബോത്ത്, അതായത് ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. ബോത്ത് ഡയറക്ഷനിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നു കേട്ടോ. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. റിയാക്ടൻസ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. അതുപോലെ പ്രൊഡക്റ്റ് പിന്നെയും റീകമ്പൈൻ ചെയ്ത് റിയാക്ടന്റ് ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻസിൽ കേട്ടോ അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഹേബർ പ്രോസസ്. എന്താണ് ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്ന പേരാണ് ഹേബർ പ്രോസസ് എന്ന് പറയുന്നത്. ഇതാണ് റിയാക്ഷൻ. N2 + 3H2 gives 2NH3 എന്ന് പറയുന്ന റിയാക്ഷൻ. സോ ഇത് രണ്ട് ആരോ മാർക്ക് നമുക്ക് അവിടെ കാണുന്നുണ്ടല്ലോ, വിച്ച് മീൻസ് അവിടെ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട് എന്നർത്ഥം. ഇനി അതുപോലെ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ ആണ് 2S2 + O2 gives റിവേഴ്സിബിളി gives 2SO3. ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എന്ത്? റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്ത പോയിന്റ് പറയുന്നത്. നോക്കൂ, റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയി മാറുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ഫോർവേഡ് റിയാക്ഷൻ എന്നും, തിരിച്ച് പ്രോഡക്റ്റ് റീകമ്പൈൻ ചെയ്ത് റിയാക്ടന്റ് ആയി മാറുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നും പറയുന്നു. ഓക്കെ, ഇനി ഈ റിയാക്ഷന്റെ കേസിൽ അവിടെ എന്തുകൂടെ നമ്മൾ നോക്കണം? റേറ്റിന്റെ കേസും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു എന്ത്? ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും എന്നും ഞാൻ പറഞ്ഞിരുന്നു. സോ അതുകൂടെ ശ്രദ്ധിക്കുക. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. അങ്ങനെയാണ് അവിടെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം ഇസ് എ സ്റ്റേറ്റ് ഇൻ വിച്ച് റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഈക്വൽ. ഈ രണ്ട് റിയാക്ഷൻസും ഈക്വൽ ആവുന്ന ആ സ്റ്റേറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. നോക്കൂ, ഇക്വിലിബ്രിയം ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞതാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക് ആണ് എന്ന് പറഞ്ഞത്. അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഈ ഒരു റിയാക്ഷൻ. അതാണ് നമ്മുടെ ഡൈനാമിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. നോക്കൂ, ഇക്വിലിബ്രിയം ഫിസിക്കൽ പ്രോസസ്സുകളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇക്വിലിബ്രിയം ആണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുന്നത്, വാട്ടറിന്റെ ഇവോപ്പറേഷൻ, അതുപോലെ സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്താണെന്ന് അറിയോ? എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്? അതായത് ഫേസ് ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. സോളിഡ് ശരിക്കും ലിക്വിഡ് ആയി കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ആവുന്നത്. പക്ഷെ സോളിഡ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നു. എക്സാമ്പിൾ ആണ് ക്യാംഫർ. അതുപോലെ നാഫ്തലിൻ ബോൾസ് അല്ലെ, കർപ്പൂരം, അതൊക്കെ ഉണ്ടല്ലോ. ഇതെല്ലാം എന്താണ്? ഇവർക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. സബ്ലിമേഷൻ എക്സാമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ്. നെക്സ്റ്റ് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നത്.
നോക്കൂ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം ആണ് വരുന്നത്. ഫിസിക്കലിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം. ഒന്നാമതാണ് സോളിഡ് ലിക്വിഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താ പറയുന്നത് നോക്കൂ, ഐസ് ആൻഡ് വാട്ടർ kept in a perfectly insulated thermos flask. അതായത് 273 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും. ഓക്കെ, ഇതാണ് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസിൽ നമ്മൾ ഒരു ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലാസ്കിനകത്തേക്ക് ഐസും വാട്ടറും നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കും. സോ അവിടെ എന്ത് സംഭവിക്കും? ഐസും വാട്ടറും തമ്മിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ അവരെന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് ഈ ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യണത്? നോക്കൂ, ഐസ് എന്ന് പറയുന്നത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ വാട്ടർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഐസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായോ? സെയിം റേറ്റില്, അതായത് അവിടെ മെൽറ്റിങ്ങും നടക്കുന്നുണ്ട്, അതേപോലെ ഫ്രീസിങ്ങും നടക്കുന്നുണ്ട് അറ്റ് ദ സെയിം റേറ്റ്, ഒരേ റേറ്റില്. അതുകൊണ്ട് തന്നെ അവിടെ ഐസിന്റെയോ വാട്ടറിന്റെയോ എന്ത് നടക്കുന്നില്ല, മാസില് ഒരു ചേഞ്ചും തന്നെ സംഭവിക്കുന്നില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അവിടെ അവരെന്ത് ചെയ്തു, ഒരാള് അടുത്ത ആളായിട്ട് മാറി, അതുപോലെ തന്നെ അടുത്ത ആള് ഈ പഴയ ആളായിട്ട് മാറി. സോ അവിടെ ഒരു ചേഞ്ചും അവിടെ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല മാസിൽ കേട്ടോ. അപ്പൊ അതാണ് ആ ഫേസ് ചേഞ്ച് അവിടെ കൊടുത്തിട്ടുള്ളത്. H2O സോളിഡ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? H2O ലിക്വിഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഐസ് ആൻഡ് വാട്ടർ ആർ ഇൻ ഇക്വിലിബ്രിയം ഓൺലി അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അപ്പൊ അതാ നമ്മൾ ആദ്യം തന്നെ എന്ത് പറഞ്ഞു, ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുള്ളൂ, ഐസിനെയും വാട്ടറിനെയും ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനിൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി വെക്കാം. അത് ഏതാ കണ്ടീഷൻ? പെർട്ടിക്കുലർ ടെമ്പറേച്ചറും ഏതാ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ ഈക്വൽ ടു 273 കെൽവിനും അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 1 ATM, 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കാം. നെക്സ്റ്റ് ആണ് ലിക്വിഡ് വേപ്പർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കൂ, വാട്ടർ അതാണ് ലിക്വിഡ്, വേപ്പർ ആരാണ്? വാട്ടർ വേപ്പർ ആണ് കേട്ടോ. ഇനി ഇവരെന്ന് പറയുന്നത്, ഇവരുടെ കണ്ടീഷൻ എന്താ നോക്കിയേ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴാ? 1.013 ബാർ. നമ്മളിവിടെ ബാറിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ, ATM അല്ല, ബാറിൽ ആണ് എടുക്കുന്നത്. ഓക്കെ, സോ അതും അതുപോലെ തന്നെ ടെമ്പറേച്ചർ എത്ര വരുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ, 100 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻസിലാണ് വാട്ടറും വാട്ടർ വേപ്പറും എന്ത് ചെയ്യുന്നത്, ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നത് കേട്ടോ. കണ്ടീഷൻസ് ഓർത്ത് വെക്കണേ. ഇത് ക്ലോസ്ഡ് വെസലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ. നോക്കൂ, ദ കൺവേർഷൻ ഓഫ് വാട്ടർ ടു വാട്ടർ വേപ്പർ, അതായത് വാട്ടർ വേപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇവാപറേഷൻ. അതറിയാമല്ലോ അല്ലെ? ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇവാപറേഷൻ എന്ന് പറയുന്നത്. അതറിയാമല്ലോ. സോ അവിടെ ഇവാപറേഷൻ നടക്കുന്നുണ്ട്. ഇനി അതേപോലെ റിവേഴ്സ് പ്രോസസ്സ് എന്താണ്? അവിടെയുള്ള വാട്ടർ വേപ്പർ എന്തായിട്ട് മാറുന്നു? തിരിച്ച് വാട്ടർ ആയിട്ട് മാറുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അതെ, കണ്ടൻസേഷൻ എന്നുള്ളതാണ്. സോ അത് രണ്ടെണ്ണത്തിന്റെയും റേറ്റ് എന്ത് ചെയ്യുന്നു അവിടെ? ഈക്വൽ ആയിട്ട് മാറുന്നു കേട്ടോ. അപ്പൊ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. H2 ലിക്വിഡ് എന്താവുന്നുണ്ട്? ഗ്യാസ് ആവുന്നുണ്ട്. അതുപോലെ ഗ്യാസ് ലിക്വിഡ് ആവുന്നുണ്ട്. The temperature at which the liquid and vapor are at equilibrium at എപ്പോഴാ? 1 atmospheric pressure ആണ്. ഓക്കെ, നമ്മള് 1.013 ബാർ എന്ന് പറയുന്നത് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ATM-ല്, അതായത് ബാറിന് ATM മാറ്റുന്ന സമയത്ത് ഇവിടുത്തെ കണ്ടീഷൻസ് ആണ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് അല്ലെ. ടെമ്പറേച്ചർ എത്രയാ പറഞ്ഞത്? 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇനി ആ പ്രഷറിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത്. അതായത് ലിക്വിഡ് വേപ്പർ ആയിട്ട് മാറുമല്ലേ, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. നമ്മള് വെള്ളം ബോയിൽ ചെയ്യുമ്പോഴല്ലേ അത് വേപ്പർ ആയിട്ട് മാറുന്നത് അല്ലേ? അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? ബോയിലിംഗ് പോയിന്റ്. ഇനി നോർമൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസും ആണ്. ഓക്കെ, ഇനി ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ്, ഓക്കെ, ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാ നോക്കാം. ഒന്നാമതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ബോയിലിംഗ് ആണ് കേട്ടോ. ബോയിലിംഗ് പോയിന്റിന്റെ കേസാ പറയുന്നത്. ഒന്നാമത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, രണ്ടാമത് ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് മീൻസ് ഹൈറ്റ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ നമുക്ക് അറിയുന്ന കാര്യമാണ്. അതായത് ഹിൽ സ്റ്റേഷനിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ പ്രഷർ കുക്കറാണ് അവിടെ ഉപയോഗിക്കുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. ഇതിപ്പോ എക്സാമ്പിൾ ഇപ്പോ കൊടൈക്കനാല് അല്ല വെച്ച് കഴിഞ്ഞാല് നെല്ലിയാമ്പതി, അത് മൂന്നാറ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും എന്താണ് ഹിൽ സ്റ്റേഷൻസിൽ വി പ്രിഫർ എന്ത് കുക്കർ അല്ലെ. ഒരിക്കലും നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യാറില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണത് ഒന്നാമത്തെ കാര്യം അല്ലെ. അങ്ങനെയുള്ള സമയത്ത് അവിടെ എന്ന് പറയുന്ന പ്രഷർ വേരിയേഷൻ ഉണ്ട് അല്ലെ. എല്ലാവർക്കും അത് ശരിയായി എന്ന് വരില്ല അല്ലെ. ചിലവർ പറയുന്നുണ്ട് ഈ ചുരമൊക്കെ വരുന്ന സമയത്ത്, ചുരം ഇറങ്ങി വരുന്ന സമയത്തൊക്കെ ചെവി അടച്ച പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. സോ അത് പ്രഷർ വേരിയേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലൊക്കെ അവിടെ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ട് ഫാക്ടേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന് പ്രഷർ, രണ്ടാമത് ഓൾട്ടിറ്റ്യൂഡ് വിച്ച് മീൻസ് ഹൈറ്റ് കേട്ടോ. ഇത് രണ്ടുമാണ് ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഹൈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ വെള്ളം എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത്, ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ശരിക്കും ബോയിലിംഗ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ട് നമ്മുടെ. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്നതിനെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, ആ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആവുന്ന ടെമ്പറേച്ചർ ആണ് ബോയിലിംഗ്, ആ പോയിന്റ് ആണ് ബോയിലിംഗ് പോയിന്റ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് പെട്ടെന്ന് എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, അതായത് അതിനർത്ഥം ഇവിടെ ഇപ്പൊ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബോയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിനകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 80 ഡിഗ്രിയിലോ അല്ല 50 ഡിഗ്രി സെൽഷ്യസിലോ വാട്ടർ എന്ത് ചെയ്യും, ബോയിൽ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ? ഇപ്പൊ നമ്മളിപ്പോ ചിക്കൻ പീസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫ്ലഷ് ഐറ്റംസ് അല്ലെങ്കിൽ വാട്ടർ എന്തോ ആയിക്കോട്ടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന 80 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് പ്രഷർ കുക്കറിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, ഐ മീൻ കുക്കിങ്ങിന് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. പ്രഷർ കുക്കർ ആവുമ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു എന്താ പറയാ, കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രഷറാണ് ഉണ്ടാവുക അല്ലെ. അവിടെ വേരിയേഷൻ വരുന്നില്ല. അറൌണ്ട് 120 ഡിഗ്രി സെൽഷ്യസ് 120 സംതിങ് ആണ് അവിടെ ബോയിലിംഗ് നടക്കുക കേട്ടോ. സോ ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ആണ് സോളിഡ് വേപ്പർ ഇക്വിലിബ്രിയം. നോക്കൂ, ഇഫ് യു പ്ലേസ് സോളിഡ് അയഡിൻ, അയഡിൻ ആണ് കേട്ടോ, അയഡിൻ നമ്മൾ സോളിഡ് ആയിട്ടുള്ള അയഡിൻ നമ്മൾ ഒരു ക്ലോസ്ഡ് വെസലിൽ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു നോക്കിയപ്പോ നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റി, അതിനകത്ത് മൊത്തം ഒരു വയലറ്റ് വേപ്പർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, വയലറ്റ് വേപ്പർ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ വയലറ്റ്, ആ കളറിന്റെ ഇന്റൻസിറ്റി അവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ആഫ്റ്റർ എ സർട്ടൺ ടൈം, കുറച്ചുകൂടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പെസിഫിക് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇന്റൻസിറ്റിയിൽ എന്ത് വരില്ല, ഒരു ചേഞ്ചും വരില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ അത് നിൽക്കും. ഓക്കെ, അതിനർത്ഥം ആ സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം അത് അറ്റൈൻ ചെയ്തു എന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നോക്കൂ, ഇത് 1-2 അല്ലാട്ടോ, അത് I2 ആണ് കേട്ടോ. I2 സോളിഡ് റിവേഴ്സിബിളി ഗീവ്സ് I2 വേപ്പർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, നോക്കൂ, നമ്മള് വാട്ടറിലേക്ക് കുറച്ച് നമ്മൾ എന്ത് ചെയ്തു, ഷുഗർ ആഡ് ചെയ്തു. അപ്പൊ അതിൽ ആദ്യത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യുന്ന കാര്യം, നമ്മളെല്ലാം മറ്റേ ഇത് ഉണ്ടാക്കാറില്ലേ, എന്ത് നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്താ, നമ്മൾ പഞ്ചസാര ഇട്ട് അല്ലെ, ആ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ടു, നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തു, അത് ഡിസോൾവ് ചെയ്തു. പിന്നെയും നമ്മൾ പഞ്ചസാര അല്പം മധുരം ആയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ പഞ്ചസാര അതിനകത്തേക്ക് ഇട്ടു, എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഈ ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷുഗർ കുറച്ച് അധികം ആവുന്നുണ്ട്. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, നമ്മൾ എത്ര ഇട്ട് അതിന്റെ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അത് എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആയിട്ട് നമുക്ക് കാണുന്നില്ല അല്ലെ, ഡിസോൾവ് ആവില്ല അത് അല്ലെ. അങ്ങനെയുള്ള സൊല്യൂഷൻസ്, അതായത് നമ്മൾ എത്ര വെള്ളം എടുത്തു അതിനുള്ള ഷുഗർ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് ആക്ച്വലി എന്താണ്, എക്സ്ട്രാ ആണ്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യാത്തത്, ഡിസോൾവ് ചെയ്യാത്തത്. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കേട്ടോ. അപ്പൊ അതിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് അത് എന്ത് വന്നു,
അത് ആ സ്റ്റേറ്റിലേക്ക് അത് വന്നു. അതുകൊണ്ടാണ് അത് പിന്നീട് എന്ത് ചെയ്യാത്തത്, ഡിസൊല്യൂഷൻ നമുക്ക് പോസിബിൾ അല്ലാത്തത്. സോ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് എ സൊല്യൂഷൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതൽ സൊല്യൂട്ട് നമുക്ക് അതിനകത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. കേട്ടോ, നോക്കൂ, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂട്ട് ഇൻ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ. അത് ശ്രദ്ധിക്കണം, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ചില കേസുകളിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചിലപ്പോ ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട് അല്ലെ, വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്. നോക്കൂ, ലിക്വിഡിനകത്ത് ഗ്യാസിന്റെ സോളബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമതാണ് നേച്ചർ ഓഫ് ദ ഗ്യാസ്, ഗ്യാസിന്റെ നേച്ചർ, അതായത് ഏത് ഗ്യാസ് ആണ് അതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഡിസോൾവ് ആവണം എന്നുള്ളത്. രണ്ടാമത് പ്രഷർ, മൂന്നാമത് ടെമ്പറേച്ചർ. കേട്ടോ, ഓർത്തു വെക്കുക, നേച്ചർ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. വെൻ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് ഇറ്റ് സോളിബിലിറ്റി ഓൾസോ ഇൻക്രീസസ്. കേട്ടോ, പ്രഷർ, ഗ്യാസിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സോളിബിലിറ്റി എന്ത് ചെയ്യുന്ന പറയുന്നത്, ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഈ പറയുന്ന പ്രഷറും സോളിബിലിറ്റിനെയും ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ഹെൻറി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹെൻറീസ് ലോ നോക്കൂ. mass of the gas dissolved in a given mass of a solvent is proportional to the pressure of the gas above the solvent at constant temperature. ഓക്കെ, എന്താ പറയുന്നത്, അതായത് നമ്മളെ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച ഗ്യാസിന്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണെന്നാ പറയുന്നത്, യെസ്, പ്രഷറിന് പ്രപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹെൻറീസ് ലോ. അതിന് എക്സാമ്പിൾ ആണ് നോക്ക്, നമ്മളിപ്പോ പറഞ്ഞ ഹെൻറീസ് ലോന് ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ എല്ലാവരും സോഡ കുടിക്കാറുണ്ട് അല്ലെ, അതുപോലെ ടിൻഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറുണ്ട് അല്ലെ, അതുപോലെ 7up, സ്പ്രൈറ്റ് പോലെയുള്ള സാധനങ്ങളെല്ലാം കുടിക്കാറുണ്ടല്ലോ അല്ലെ. അപ്പൊ നമുക്കറിയാം അതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാല് തുറക്കുന്ന നേരത്ത് എന്ത് വരുന്നുണ്ട്, ബബിൾസ് എല്ലാം കൂടെ കയറി അങ്ങ് വരും അല്ലെ. എന്താ റീസൺ എന്താണെന്ന് നോക്കൂ. ഇൻ സോഡ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അറ്റ് ഹൈ പ്രഷർ. വാട്ടറിനകത്ത് ഏത് ഗ്യാസ് ആണ് നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡാ, അതും ഹൈ പ്രഷറിൽ കേട്ടോ. സോ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, there is an equilibrium between CO2 in the solution and that in the free state above the solution. അപ്പൊ അവര് രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്, അവിടെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് അവര് എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ, ഗ്യാസും അതുപോലെ തന്നെ സൊല്യൂഷൻസും. when the bottle is opened, നമ്മൾ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, സം ഓഫ് ദ ഡിസോൾവ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, ഡിസോൾവ് ചെയ്ത കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് എക്സ്കേപ്പ് ചെയ്യും, പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യും വിത്ത് ഫിസിങ് സൗണ്ട്. നല്ല സൗണ്ട് ഉണ്ടാവുമല്ലോ, നമുക്കറിയാലോ. ഓക്കെ, ആൻഡ് എ ന്യൂ ഇക്വിലിബ്രിയം അറ്റ് ലോ പ്രഷർ ഈസ് അറ്റൈൻഡ്. പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, ഒരു പുതിയ ഇക്വിലിബ്രിയം ആണ് അവിടെ കിട്ടുന്നത്. അത് ലോ പ്രഷറിലായിരിക്കും. ഹൈ പ്രഷറിനകത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതായത് അടച്ചു വെച്ചിരിക്കുന്നത്. തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ലോ പ്രഷറിൽ ഒരു ന്യൂ ഇക്വിലിബ്രിയം അവിടെ ഫോം ചെയ്യും. ഓക്കെ, അത് മനസ്സിലാക്കാം. The solubility of a gas in a liquid decreases with increase in temperature. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സോളിബിലിറ്റി എന്ത് ചെയ്യുന്ന പറയുന്നത്, ഡിക്രീസ് ചെയ്യണമെന്നാ പറഞ്ഞത് കേട്ടോ. ശ്രദ്ധിക്കുക, സോളിബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ്. നമ്മൾ പൊതുവെ നമ്മൾ വിചാരിക്കും സോളിബിൾ ആവുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, തിരിഞ്ഞിട്ടാണ്. ഇത് ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ കേസാണ് കേട്ടോ, ഓരോന്നും ഓരോ കേസാണ്. സോ ഗ്യാസ് ഇൻ ലിക്വിഡിന്റെ കേസിൽ ഓക്കെ എന്താ വരുന്നത്, സോളിബിലിറ്റി ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിന് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്നാമത്, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ് സിസ്റ്റം അറ്റ് ഗിവൻ ടെമ്പറേച്ചർ. ഒരു ഗിവൻ ടെമ്പറേച്ചറിൽ ഒരു ക്ലോസ് സിസ്റ്റത്തിൽ മാത്രമാണ് ഇക്വിലിബ്രിയം പോസിബിൾ എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഇക്വിലിബ്രിയം ആട്ടോ പറയുന്നത്. ഇനി ബോത്ത് ദ ഒപ്പോസിംഗ് ഫോഴ്സസ്, അതായത് ഫോർവേഡ് ആയിക്കോട്ടെ ബാക്ക്വേർഡ് ആയിക്കോട്ടെ, അവരെന്തായിരിക്കും, സെയിം റേറ്റിലായിരിക്കും. ഇനി അത് ഡൈനാമിക് ആയിരിക്കും, ബട്ട് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ.
ഇനി all measurable properties of the system remains constant at equilibrium. ഒരു ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടീസിന്റെയും വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. When equilibrium is attained for a physical process, it is characterized by a constant value of one of its parameter at a given temperature. ഓക്കെ, ഒരു ഫിസിക്കൽ പ്രോസസ്സിൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഗിവൺ, അതായത് ആ ഒരു ടെമ്പറേച്ചറിൽ, ഒരു ഗിവൺ ടെമ്പറേച്ചറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ വെച്ചിട്ടായിരിക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. The magnitude of such quantity at any stage indicate the extent to which the physical process has proceeded before reaching equilibrium. അതായത് ഈ പറയുന്ന ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞല്ലോ, പറഞ്ഞ ആ കോൺസ്റ്റന്റിന്റെ കേസ്. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റി എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രോസസ്സ്, ആ ഒരു ഫിസിക്കൽ പ്രോസസ്സ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിന് മുൻപ് ഏത് രീതിയിലെല്ലാം പ്രൊസീഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്തിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നെക്സ്റ്റ് ആണ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? In a chemical reaction, chemical equilibrium is defined as the state at which there is no further change in concentration of reactants and products. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു എന്താണെന്നുള്ളത്. അത് തന്നെയാണ് അല്ലെ. അവിടെ എന്ത് ചെയ്യുന്നില്ല? റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്യുന്നില്ല? വ്യത്യാസം വരുന്നില്ല. അങ്ങനെയുള്ള കേസുകളാണ് അവിടെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ കേട്ടോ. സൊല്യൂഷൻ എടുത്ത് നമ്മൾ ആഡ് ചെയ്തു, അതുപോലെ തന്നെ അത് എന്ത് ചെയ്തിട്ടുണ്ട്? ലൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇതിന്റെ ലെവൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അറ്റ് ഇക്വിലിബ്രിയം the rate of forward reaction is equal to rate of backward reaction. നമ്മൾ പറഞ്ഞു തന്നെയാണ്. അറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ കോൺസ്റ്റന്റ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇക്വിലിബ്രിയത്തിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ത്? റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻസ്. നമുക്ക് ഇതിന്റെ എന്താന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ വേറൊരു പ്ലോട്ടും കൂടെ പറഞ്ഞുതരാം. ഇത് റേറ്റ് ആണ് കേട്ടോ. ഇത് റേറ്റ് ആണ്, ഇത് ടൈം ആണ്. സോ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കൂ. നമ്മള് N2 + 2H2 gives 2NH3. ഇത് നമ്മളെ റിവേഴ്സിബിൾ റിയാക്ഷൻ, അതായത് കെമിക്കൽ ഇക്വിലിബ്രിയത്തിന് ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. സോ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? റിയാക്ടന്റുകൾ ചേർന്ന് പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇതാണ് ഫോർവേഡ് റിയാക്ഷൻ, അങ്ങോട്ട് പോകുന്നത്. ഇനി തിരിച്ചു വരുന്നതാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അറിയാലോ. ഇവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെ സംഭവം എന്ത് സംഭവിക്കണം? അവിടെ റിയാക്ടന്റുകൾ ചേർന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ്. അതിനർത്ഥം റിയാക്ടന്റുകൾ അവിടെ നിറയെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ആയി മാറുന്നത് കൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയല്ലേ. സോ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ആദ്യം കൂടുതലായിരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു. ഇനി അതേസമയം ബാക്ക്വേർഡ്, അപ്പൊ ഇത് ഫോർവേഡ് ആണ് കേട്ടോ. ഇനി ബാക്ക്വേർഡിന്റെ കേസ് എങ്ങനെയാണ്? ആദ്യം ഒന്നും ഉണ്ടായില്ല അല്ലെ, ആദ്യം ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ പിന്നീട് അത് എന്ത് ചെയ്തു? കൂടി വന്നു. അതല്ലേ സംഭവം. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ 0 ആയിരിക്കും, പിന്നെ അതങ്ങനെ കൂടി അങ്ങനെ വന്നു അല്ലെ. ഈ ഒരു പോർഷനെ നമ്മൾ എന്ത് പറയുന്നത്? ഇത് ബാക്ക്വേർഡ് ആണ്. ഈ ഒരു പോർഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഈ ഒരു കേസിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നായിട്ട് മാറുന്നുണ്ട്. ഇത്ര മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്ലോട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി അതേസമയം വേറൊരു പ്ലോട്ട് പറഞ്ഞുതരാം. ഈ പറയുന്ന കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ടൈം. ഇപ്പൊ ഈ ഒരു പ്ലോട്ടിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N2, ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ്. N2 + H2 gives 2NH3 അല്ലേ. N2ന്റെ കേസ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ കുറച്ചധികം ഉണ്ടായിരുന്നു അല്ലെ, നല്ലോണം ഉണ്ടായിരുന്നു. സോ അത് ഇങ്ങനെ വന്നു. N2ന്റെ കേസ് H2വും കോൺസെൻട്രേഷൻ അവിടെ ഉണ്ടായിരുന്നു. സോ അതും അതുപോലെ കുറഞ്ഞു ഇങ്ങനെ വന്നു. ഇനി NH3ന്റെ കേസ് എങ്ങനെയായിരുന്നു? ആദ്യം ഒന്നും ഉണ്ടായില്ല, പിന്നെ കൂടി വരിക ചെയ്തത്. സോ അത് ഇങ്ങനെ വരും അല്ലെ, NH3. സോ ഇതാണ് ആ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇത് നോക്കൂ, ഇവർ രണ്ടുപേരും വേണമെങ്കിൽ കോയിൻസൈഡ് ചെയ്യാതിരിക്കാം.
ഓക്കെ. ചില സമയങ്ങളിൽ അത് ചെയ്യും, ചില സമയങ്ങളിൽ അത് ചെയ്യില്ല. ഓക്കെ. ഇത് ചെയ്യാത്ത പ്ലോട്ടാണ് ഞാനിപ്പോ വരച്ചിട്ടുള്ളത്. ചെയ്യുന്ന പ്ലോട്ടാണ് ഇത്. കണ്ടോ, കോയിൻസൈഡ് ചെയ്യുന്ന പ്ലോട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇത് കിട്ടിയോ? അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അടുത്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആ ഒരു ലോ പ്രപ്പോസ് ചെയ്തത് ഗൾബർഗ് ആൻഡ് വെയ്ജ് എന്ന് പറയുന്ന സയന്റിസ്റ്റുകളാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കൂ, അതിലെന്താ പറയുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ the product of concentration of product to that of reactant in which each concentration term is raised to power which is equal to stoichiometric coefficient in the balanced chemical equation. നമ്മൾ എഴുതുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ, തനിയെ മനസ്സിലായിക്കോളും. ഒരു ജനറൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജനറൽ റിയാക്ഷൻ? A plus B റിവേഴ്സിബിളി ഗീവ്സ് C plus D എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മളിത് പറയുന്നത് അക്കോർഡിംഗ് ടു ഇക്വിലിബ്രിയം ലോ, നമ്മൾ പറഞ്ഞ ലോ അനുസരിച്ച് അവിടെ എന്ത് വരുന്നു? പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ, അതായത് D കോൺസെൻട്രേഷൻ ഓഫ് D എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. ഇവിടെ എഴുതാം കേട്ടോ, A B റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ. അങ്ങനെയാണ് വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ഇവിടെ നോക്കൂ, പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ടു ദാറ്റ് ഓഫ് റിയാക്ടൻസ് നമ്മൾ എഴുതി കഴിഞ്ഞു കേട്ടോ, അത് എഴുതിയതായിരുന്നു. അതായത് കോൺസെൻട്രേഷൻ ഓഫ് C കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് C കോൺസെൻട്രേഷൻ ഓഫ് D ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A കോൺസെൻട്രേഷൻ ഓഫ് B. ഓക്കെ, ഇങ്ങനെയാണ് വരിക. അതിൽ KC എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർത്ത് വെക്കുക, KC എന്ന് പറയുന്നത് എന്താണ്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതിനകത്ത് AABB CCDD വരുന്ന സമയത്ത് ഇവിടെ എന്ത് വരുന്നു? CDAB റേസ് ടു എന്നുള്ള രീതിക്ക് നമ്മൾ എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് അതിന്റെ KC എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ അവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. H2 + I2 gives 2HI ആണ് അല്ലെ? അപ്പൊ ഇവിടെ ആദ്യം പ്രൊഡക്റ്റ് ആണ്. അപ്പൊ 2HI ആയതുകൊണ്ട് തന്നെ നമ്മൾ HI² എന്ന് എഴുതും, ഡിവൈഡഡ് ബൈ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, അതായത് H2 × I2 എന്ന് വരും. അതേപോലെ തന്നെയാണ് N2 + 3H2 കേസും വരിക കേട്ടോ. ഇവിടെ ബൈ ഒക്കെ ഇട്ടോളൂ കേട്ടോ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെയാണ് ബൈ വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഗേഷ്യസ് ആയിട്ടുള്ള കേസ്. ഓക്കെ, അതായത് ഗ്യാസസിന്റെ കേസ് വരുന്ന സമയത്ത് അവിടെ കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്ന റീപ്ലേസ് ചെയ്തിട്ട് ആരായിട്ട് മാറും? പാർഷ്യൽ പ്രഷർ എന്നുള്ളതായിട്ട് മാറും. സോ നമ്മൾ ആ കോൺസെൻട്രേഷൻ എന്ന് ഇടുന്നതിന് പകരം KP എന്നിടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. P വെച്ചിട്ട് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കൂ, KC ആൻഡ് KPയുടെ റിലേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. സോ ആദ്യം തന്നെ ഇക്വിലിബ്രിയം ഒരു റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. AA + BB gives CC + DD എന്ന് പറയുന്നത്. സോ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി പാർഷ്യൽ പ്രഷറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ആ കോൺസെൻട്രേഷന് പകരം P എന്ന് എഴുതുക കേട്ടോ. നോക്കൂ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ അറിയാം? PV = nRT എന്നുള്ളതാണ്. സോ P എന്ന് പറയുമ്പോൾ N/V RT എന്നായിട്ട് മാറും. ഇനി N/V എന്ന് പറയുന്നത് C കോൺസെൻട്രേഷൻ ടേമാണ്. സോ നമുക്ക് എന്തായിട്ട് കിട്ടി? P = CRT എന്ന് പറയുന്ന ഇക്വേഷൻ ആയിട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി PA എന്ന് പറയുന്നത് CARTയും PB എന്ന് പറയുന്നത് CBRT ആയിരിക്കും. അതുപോലെ PC ആണെങ്കിൽ അങ്ങനെ, PD ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ചേഞ്ച് ആവുക? എല്ലാം PA ഒക്കെ ആയിട്ട് മാറ്റി എഴുതുക. ഓക്കെ. ഇനി അങ്ങനെ വരുന്ന സമയത്ത് അവിടെ KP എന്തായിട്ട് മാറുന്നുണ്ട്? ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? റേസ് ടു C എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അവിടെ അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് നോക്കൂ, KP = KC. ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ട ഇക്വേഷൻ ഉണ്ട്, അത് അറിയേണ്ട ഇക്വേഷൻ ആണ്. KP = KC × RT⁻Δn. ഓർത്ത് വെക്കുക കേട്ടോ. അതിൽ KC എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ വാല്യൂ. അതൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്താ ഈ Δn എന്നുള്ളത് അറിയണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ്. പ്രൊഡക്റ്റിന്റെ അതായത് ഗ്യാസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. പ്രൊഡക്റ്റിന്റെ മോൾസ് മൈനസ് റിയാക്ടന്റിന്റെ മോൾസ്, അതാണ് Δn എന്ന് പറയുന്നത്. സോ KP ആൻഡ് KCയുടെ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് ഇത്, ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നോക്കൂ, അതിൽ ആ Δnന്റെ വാല്യൂ 0 ആണെങ്കിൽ KP = KC ആയിരിക്കും. KPയും KCയും സെയിം ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇതൊന്ന് എഴുതിയേ കിട്ടാവുന്നേ ഉള്ളൂ.
Kp is equal to Kc into RT raised to delta n അല്ലേ? ഡെൽറ്റ n 0 ആയിക്കഴിഞ്ഞാൽ ഇനി നമ്പർ റേസ്റ്റ് 0 എന്താ 1 അല്ലേ? അപ്പൊ ബാക്കി എന്തായി? ഇവര് മൊത്തം പോയി. അപ്പൊ ബാക്കി എന്തായി? Kp ഇൻറ്റു Kc. Kp ഈക്വൽ ടു Kc. അതാണ് ഈ പറഞ്ഞ Kp ഈക്വൽ ടു Kc എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡെൽറ്റ n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, ഞാൻ 0-നേക്കാളും വലുതാണെന്നുണ്ടെങ്കിൽ Kp ഗ്രേറ്റർ ദാൻ Kc ആവും. ലെസ് ദാൻ 0 ആണെങ്കിൽ Kp ലെസ് ദാൻ Kc ആയിരിക്കും. ഓർത്ത് വെക്കുക. ഇക്വിലിബ്രിയം ഇൻ വിച്ച് ഓൾ ദ റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ദ സെയിം ഫേസ് നമ്മൾ എന്ത് പറയുന്നതാണ്? ഹോമോജിനിയസ്. ഹോമോ മീൻസ് എന്താണ്? സെയിം ആണെന്ന് അറിയാമല്ലോ. അപ്പൊ ഈ റിയാക്ഷൻസ് നോക്കുക, അതിന്റെ സ്റ്റേറ്റുകൾ നോക്കുക കേട്ടോ. നോക്കൂ, ഇപ്പൊ ഹേബർ പ്രോസസിന്റെ കേസിൽ എല്ലാവരും ഗ്യാസ് ആണ്, സോ അത് ഹോമോജിനിയസ് ആണ്. അതേപോലെ SO3ന്റെ പ്രൊഡക്ഷൻ അതും എന്താണ്? ഗ്യാസ് ആണ്, സോ അത് ഹോമോജിനിയസ് ഇക്വിലിബ്രിയം. അതേസമയം എന്തായിരിക്കും? ഡിഫറെന്റ് ആണെങ്കിൽ അതിനെ ഹീട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയും. നോക്കൂ, CaCO3യുടെ കേസ് അത് സോളിഡ് ആണ്, അതുപോലെ തന്നെ ഗ്യാസും വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കേസുകൾ അതിന് നമ്മൾ ഹീട്രോജീനിയസ് ഇക്വിലിബ്രിയം എന്ന് പറയും. അടുത്താണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതൊന്നാമത് പ്രെഡിക്റ്റ് ദ എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഗ്രേറ്റർ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് Kcയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 10⁻3. ഓക്കെ, അതായത് 1000-നേക്കാളും കൂടുതലാണ് Kcയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോവുകയാണ് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. അതേസമയം 10⁻³ ചെറുതാണ് Kc എന്നുണ്ടെങ്കിൽ റിയാക്ഷൻ നടക്കില്ല എന്നുള്ളതാണ്. അതായത് റെയർലി മാത്രമാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഇനി 10⁻3നും 10⁻³ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താ? ഏകദേശം അവിടെ ഉണ്ടാവുന്ന റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻ ഏകദേശം എന്തായിരിക്കും? സെയിം ആണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് പ്രഡിക്ഷൻ ആണ് ഡയറക്ഷൻ ഓഫ് ദ റിയാക്ഷൻ കേട്ടോ. ഏത് ഡയറക്ഷനിലേക്കാണ് റിയാക്ഷൻ നടക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതിൽ Kc, Qc അതിന്റെ വാല്യൂസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയറക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിൾ നോക്കൂ, ഒരു റിയാക്ഷൻ എടുത്തു. ആ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ Qc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് ആണ് കേട്ടോ. ഓക്കെ, റിയാക്ഷൻ കോഷ്യന്റും Kc ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമാണുള്ളത്. Kc എന്ന് പറയുന്ന ആൾക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം, Qcക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത് കണ്ടീഷൻസിൽ മാത്രമാണ് കേട്ടോ. നോക്കൂ, Qc ഗ്രേറ്റർ ദാൻ Kc ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? റിവേഴ്സ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക എന്നാ പറയുന്നത്. ഓക്കെ, ഇനി അതേസമയം നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ അത് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും. ഇനി രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ബൈ നോയിങ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഓക്കെ, അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നോക്കൂ, രണ്ട് ഇക്വേഷൻസ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ΔG നോട്ട്, ഗിബ്സ് ഫ്രീ എനർജിയുമായിട്ട് ഇവരെങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് കിടക്കണം എന്നുള്ള ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. -RT ln Kc, അതുപോലെ തന്നെ -2.03 RT log Kc. ഈ രണ്ട് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അതിൽ ഏതൊക്കെയാ വരുന്നത് നോക്കൂ? ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ, കാറ്റലിസ്റ്റ്. സോ അതിന് മുന്നേ തന്നെ ലേ ഷാറ്റ്ലി പ്രിൻസിപ്പിൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. അവിടെ അതുപോലെ ഒരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കൂ. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റമാണ്. സോ ആ സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു. ഏതില്? കോൺസെൻട്രേഷനിലോ പ്രഷറിലോ ടെമ്പറേച്ചറിലോ എന്തോ സംതിങ് എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്തു. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇക്വിലിബ്രിയം എന്ത് ചെയ്തു? ചേഞ്ച് ചെയ്യില്ലേ? അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാല് ആ സിസ്റ്റം എന്ത് ചെയ്യുന്ന പറയുന്നത്? തനിയെ ട്രൈ ചെയ്യും. എന്ത്? ഇവരുടെ വാല്യൂസ് ഇൻക്രീസ് ചെയ്തോ അല്ലാച്ച ഡിക്രീസ് ചെയ്തോ പഴയ ഇക്വിലിബ്രിയം എത്തിക്കാൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? തനിയെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലേ ഷാറ്റ്ലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. There is a change in concentration, pressure or temperature of a system at equilibrium. System will try to readjust in such a way that so as to cancel the effect of that change. ആ ചേഞ്ചിന്റെ
എഫക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ഒന്നാമതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സാമ്പിൾ വെച്ച് നോക്കിക്കോളൂ. അതായത് 2SO2 + O2 gives 2SO3 എന്നുള്ളതാണ്. നമ്മളിപ്പോ SO2ന്റെ അല്ലെങ്കിൽ O2ന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഏത് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം? ഫോർവേഡ് ഡയറക്ഷനിൽ. നോക്കൂ, അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാലേ ഇവിടെ കൂടുതലും ഇവിടെ കുറവായിട്ട് മാറില്ലേ? അപ്പൊ അത് പറ്റില്ല. അപ്പോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇവിടെ നമ്മൾ കുറയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? പോണം. എന്നാൽ മാത്രല്ലേ ഇവിടെ കുറയുള്ളൂ, അല്ലേ? അങ്ങനെ ആയാലേ ഇക്വിലിബ്രിയം ഇവിടെ കിട്ടുള്ളൂ. സോ അത് ഏത് റിയാക്ഷനാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്? ഫോർവേഡ് റിയാക്ഷൻ. കണ്ടോ, കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ റിയാക്ടന്റിന്റെ ആണ് കേട്ടോ. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. മനസ്സിലായില്ലേ? ഇനി അതേസമയം തിരിച്ച് പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി കഴിഞ്ഞാൽ അവിടെ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും കേട്ടോ. നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി, കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഹേബർ പ്രോസസിന്റെ കേസിലെല്ലാം അങ്ങനെ തന്നെയാണ് നടക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡോതെർമിക് പ്രോസസ്സും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. എൻഡോതെർമിക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും എക്സോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിനെ റിലീസ് ചെയ്യുകയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ചില കേസുകളിൽ ഹീറ്റിന്റെ കേസിന് മൈനസ് സൈന് വരും. അതാണ് എക്സോതെർമിക് എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എൻഡോതെർമിക് ആണെങ്കിൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചറും എക്സോതെർമിക് ആണെങ്കിൽ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചറും ആയിരിക്കും. ഇനി റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണെന്നുണ്ടെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എക്സോതെർമിക് ആയിരിക്കും. അതാ പറഞ്ഞു. നോക്കൂ, ഇവിടെ നോക്കൂ, -92 കണ്ടു. ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും അർത്ഥം? ആ റിയാക്ഷൻ എക്സോതെർമിക് ആണെന്നാണ്, അല്ലെ? എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത്രേ പറഞ്ഞുള്ളൂ. തെറ്റല്ലേ? നെക്സ്റ്റ് ആണ്, നോക്കൂ. ഹയർ ടെമ്പറേച്ചറിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. നേരെ തിരിച്ച്. അത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞതിന്റെ നേരെ തിരിച്ച്. ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആണ് എഫക്ട് ഓഫ് പ്രഷർ. പ്രഷറിന്റെ കേസിൽ ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻസിന് മാത്രമാണ് ഈ പ്രഷർ എന്ത് ചെയ്യുള്ളൂ? എഫക്ട് ചെയ്യുള്ളൂ. അത് ഓർത്ത് വെക്കുക. ഗേഷ്യസ് ആണെങ്കിൽ മാത്രം. അതായത് ഇപ്പൊ സോളിഡോ വല്ലതും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണക്കേ ആക്കണ്ട. കാരണം അവിടെ പ്രഷർ അവിടെ എഫക്ട് ചെയ്യില്ല എന്നർത്ഥം കേട്ടോ. നോക്കൂ, ഇൻക്രീസ് ഇൻ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫേവേഴ്സ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. അതായത് മോൾസ് ഡിക്രീസ് ചെയ്യുന്ന കണ്ടീഷനിൽ പ്രഷർ ഇൻക്രീസ് ആവും. മനസ്സിലായില്ലേ? പ്രഷർ ഇൻക്രീസ് ആവും. റിയാക്ഷൻ നോക്കൂ. അതായത് N2 + 3H2 gives 2NH3 എന്നുള്ളതാണ്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാല് സിസ്റ്റം എന്ത് ചെയ്യും? ഒബ്വിയസ്ലി പ്രഷർ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും, അല്ലെ? എങ്ങനെയാ ശ്രമിക്കുന്നത്? എങ്ങനെയാ? നമ്പർ ഓഫ് മോൾസ് ഡിക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് നമ്പർ ഓഫ് മോൾസ് കുറവ് എവിടെയാണോ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പ്രഷർ ഡിക്രീസ് ചെയ്യുക. ഇവിടെ എവിടെ മോൾസ് വരുന്നത് നോക്ക്. 3+1, ഇവിടെ 4 മോൾസ്, ഇവിടെ 2 മോൾസ് ആണ് വരുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? എന്താ അപ്പോ? പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാല് അത് ഇക്വിലിബ്രിയം ആക്കാനായിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് എവിടെയാണോ കുറവ് അങ്ങോട്ട് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ എവിടെയാ കുറവ്? പ്രൊഡക്റ്റിന്റെ സൈഡിലാണ് കുറവ്. സോ ദാറ്റ് ഇങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ അതായത് ഫോർവേഡ് ഡയറക്ഷനിലേക്കാണ് അവിടെ ഷിഫ്റ്റ് ചെയ്യുക. മനസ്സിലായോ? ഫോർവേഡ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുക. അപ്പൊ ഇത്രയാണ് അറിയേണ്ടത്. പ്രഷർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറവ് മോൾസ് ഉള്ളിടത്തേക്കായിരിക്കും പോവുക എന്നുള്ളത് കേട്ടോ. അത് ചിലപ്പോ അങ്ങോട്ടാവാം, ഇങ്ങോട്ട് ഫോർവേഡ് ആവാം, ബാക്ക്വേർഡ് ആവാം, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആണ് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ആളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബോത്ത് ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസിനും എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് ഇക്വിലിബ്രിയം എത്തിക്കാനായിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് ഇക്വിലിബ്രിയം കൊണ്ടുവരുന്നത്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഇതൊരിക്കലും ഈ കാറ്റലിസ്റ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല? നമ്മുടെ ഇക്വിലിബ്രിയം കമ്പോസിഷനിൽ ഒരിക്കലും പങ്കെടുക്കില്ല. അതുകൂടെ ഓർത്ത് വെക്കുക. എഫക്ട് ചെയ്യില്ല ഒരിക്കലും കേട്ടോ. എക്സാമ്പിൾ നോക്കൂ. ഹേബർ പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആരെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? സ്പോഞ്ചി അയൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഇനിയിപ്പോ കോണ്ടാക്ട് പ്രോസസ് ആണെങ്കിൽ അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. കോണ്ടാക്ട് പ്രോസസ്സിൽ ഏതാണ് ഉപയോഗിക്കുക നമ്മളെ കാറ്റലിസ്റ്റ്? സൾഫ്യൂരിക് ആസിഡിന്റെ വനേഡിയം പെന്റോക്സൈഡ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് ആണ് എന്തെന്ന് പറയുന്നത്, അറിയില്ലേ അത്? കോണ്ടാക്ട് പ്രോസസ് എന്ന് പറയുന്നത് തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനെ പറയുന്ന പേരാണ്. നമ്മളെ ഹേവർ പ്രോസസ് അമോണിയയുടെ പ്രൊഡക്ഷൻ അല്ലേ, അതുപോലെ. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ്, V2O5 കേട്ടോ. ഓർത്തു വയ്ക്കുക, വനേഡിയം പെന്റോക്സൈഡ് V2O5. നെക്സ്റ്റ് ആണ് എഫക്ട് ഓഫ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇനേർട്ട് ഗ്യാസിന്റെ അഡീഷൻ ഈസ് ആഡഡ് ടു ആൻ ഇക്വിലിബ്രിയം മിക്സ്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ദർ ഇസ് നോ ചേഞ്ച് ടു ദ ഇക്വിലിബ്രിയം. അതായത് അവിടെയും എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ഇനേർട്ട് ഗ്യാസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പാർഷ്യൽ പ്രഷർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. പാർഷ്യൽ പ്രഷർ മാത്രമല്ല, കോൺസെൻട്രേഷനും എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എഫക്റ്റ് അവിടെ ഉണ്ടാവുകയില്ല. നെക്സ്റ്റ് ആണ് pH കേട്ടോ. ഇവിടെ നിന്നിട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. എന്താ pH എന്ന് അറിയാമല്ലോ? ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ദ ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയൺ കോൺസെൻട്രേഷൻ ഇൻ ദ മോൾസ് പെർ ലിറ്റർ. ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. മൈനസ് ലോഗ് H പ്ലസ് കേട്ടോ, അല്ലെങ്കിൽ മൈനസ് ലോഗ് H3O പ്ലസ്, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി മൈനസ് ലോഗ് OH മൈനസ്, അപ്പൊ ഇതായിരിക്കും നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോക്സിൽ അയോണിനെ നമ്മൾ POH എന്ന് പറയുന്നത് കേട്ടോ. PH ആണ് നമ്മൾ എന്ത് പറയുന്നത്, H പ്ലസ് എന്ന് പറയുന്നത്. POH ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും. ഈ pH നെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. POH എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി പ്യുവർ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ വാട്ടർ അറ്റ് 298 കെൽവിൻ, 298 കെൽവിനിൽ, അതായത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ അത്. പ്യുവർ വാട്ടറിന്റെ H പ്ലസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 10⁻⁻7 ആയിരിക്കും കേട്ടോ. 10⁻7 അല്ല, അത് 10⁻7 ആണ് കേട്ടോ. ഇത് പ്യുവർ വാട്ടറിന്റെ pH 7 ആണെന്ന് അറിയാമല്ലോ. ഇനി ആരാണ് pH സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സോറൻസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതിൽ നമുക്കറിയാം 0 to 14 എന്ന് പറയുന്ന വാല്യൂ അവിടെ ഉണ്ട്. 7 ആണ് pH സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ 7 ആണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. 1 to 7 ആണെങ്കിൽ ആസിഡിക്കും, 7 to 14 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ബേസിക് ആയിരിക്കും. ഇതെല്ലാം അറിയാന്ന് വിചാരിക്കണം. ഇനി ബ്ലഡിന്റെ pH ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അത് 7.4 ആണ്. സലൈവ, നമ്മുടെ സലൈവയുടെ ആണെങ്കിൽ അത് 6.4. സോ ബ്ലഡ് ഈസ് സ്ലൈറ്റ്ലി ബേസിക്. ബ്ലഡ് ഒരു ബേസിക് നേച്ചർ ആണ് കേട്ടോ ശരിക്കും വരുന്നത്. സലൈവ ആണെങ്കിൽ അത് ആസിഡിക്കും ആണ് കേട്ടോ. ഇനി PHഉം POHഉം തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ KW. എന്താ KW എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. 25 ഡിഗ്രി സെൽഷ്യസിന്റെ കേസിൽ നമ്മളിപ്പോ കഴിഞ്ഞ ഇതിൽ ചോദിച്ചതാണ്. അത് കഴിഞ്ഞ സാനിറ്ററി കെമിസ്റ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതും കൂടിയാണ് അയണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത്. അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ, 25 ഡിഗ്രി സെൽഷ്യസ് വിച്ച് മീൻസ് 298 കെൽവിൻ. ആ കേസിൽ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 × 10⁻⁻14 എന്ന് പറയുന്നതായിരുന്നു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു കേട്ടോ. 1 × 10⁻⁻14 എന്ന് പറയുന്ന വാല്യൂ ആണ് ഓർത്ത് വെക്കാം. ഇനി POH എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? 14 ആണല്ലോ pH സ്കെയിൽ ടോട്ടൽ ആയിട്ട്. സോ 14 - pH, അതായിരിക്കും POHന്റെ വാല്യൂ. നോക്കൂ, 25 ഡിഗ്രി സെൽഷ്യസിന്റെ കേസിൽ ന്യൂട്രൽ സൊല്യൂഷന്റെ pH 10⁻⁻7 ആയിരിക്കും. ഇനി അസിഡിക് സൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? <10⁻⁻7 അല്ലെ, ലെസ് ആയിരിക്കില്ലേ അസിഡിക്, 7നേക്കാളും കുറവ്. അതുപോലെ ബേസിക് ആണെങ്കിൽ 7നേക്കാളും കൂടുതലാണ്. സോ >10⁻⁻7 കേട്ടോ. ഇനി ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് pH ഓഫ് ദ സൊല്യൂഷൻ. ഹൈഡ്രോളിസിസ് നിങ്ങൾ വായിക്കുക കേട്ടോ. എന്താണ് സോൾട്ട് ഹൈഡ്രോളിസിസ്? ആനിയോൺ അല്ലെങ്കിൽ കാറ്റിയോൺ അല്ലെങ്കിൽ ബോത്ത് ഓഫ് എ സോൾട്ടിന്റെ ആനിയോണോ കാറ്റിയോണോ കേട്ടോ, അതും വാട്ടറുമായിട്ടുള്ള ഇന്ററാക്ഷൻ, അതിന് നമ്മൾ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് നമ്മൾ പറയാം. ഇനി കാറ്റിയോൺസ് ഏതൊക്കെയാ വരാന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ബേരിയം, അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും വരാം. സ്ട്രോങ് ബേസിന്റെ കാറ്റിയോൺസ് ആയിരിക്കണം. അതുപോലെ ആനിയോൺസ് ഓഫ് സ്ട്രോങ് ആസിഡ്, അത് ഏതൊക്കെയാ വരുന്നത്? ക്ലോറിൻ, ബ്രോമിൻ, അതുപോലെ നൈട്രോ ഗ്രൂപ്പ് ClO4 ഡു നോട്ട് ഗെറ്റ് ഹൈഡ്രോളൈസ്ഡ്. ഇവരെന്ത് ചെയ്യില്ല എന്നാ പറയുന്നത്? ഹൈഡ്രോളിസിസിൽ പങ്കെടുക്കില്ല. അവർ ഒരിക്കലും ഹൈഡ്രോളൈസ് ചെയ്യില്ല, ശ്രദ്ധിക്കുക.
സോ ദ സൊല്യൂഷൻസ് ഓഫ് സോൾട്ട് ഫോം ഫ്രം സ്ട്രോങ് ആസിഡ് ആൻഡ് ബേസസ്. സ്ട്രോങ് ആസിഡും ബേസിലും ഉള്ള സൊല്യൂഷൻസ് ഉണ്ടല്ലോ, അവരെന്ന് പറയുന്നത് മിക്കവാറും എന്തായിരിക്കും? ന്യൂട്രൽ ആയിരിക്കും. അവരുടെ pH 7 തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, ഇനി ഹൈഡ്രോളിസിസ് സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ആസിഡിന്റെ കേസാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ നോക്കൂ, സോഡിയം അസറ്റേറ്റ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം സയനൈഡ്, ഇവരെല്ലാം എന്താണ് ഇതിന് എക്സാമ്പിൾ? ഈ സോൾട്ടിന് എക്സാമ്പിൾ ആയിരിക്കും. ഓക്കെ, സ്ട്രോങ് ബേസും വീക്ക് ആസിഡും കൂടെ ചേർന്ന് ഉണ്ടായ സോൾട്ട് ആണ് ഇവരെല്ലാം കേട്ടോ. ഹിയർ ഓൺലി ദ ആനിയോൺ ഓഫ് ദ വീക്ക് ബേസ് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. ഈ വീക്ക് ബേസിന്റെ ആനിയോൺ മാത്രമാണ് ഹൈഡ്രോളിസിസിൽ പങ്കെടുക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ pH വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അത് ബേസിക് ആണ് കേട്ടോ. അത് ബേസിക് ആയതുകൊണ്ട് തന്നെ അതിന്റെ pH വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയുള്ള സൊല്യൂഷൻസിന്റെ കേസിൽ pH കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 7 പ്ലസ് ഹാഫ് ഇൻറ്റു pKa പ്ലസ് ലോഗ് സി. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. എ വാല്യൂ പിന്നെ അറിയാലോ, തരുന്നതാണ്. നെക്സ്റ്റ് നോക്കൂ, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സ്ട്രോങ് ആസിഡ് ആണ്. വീക്ക് ബേസും സ്ട്രോങ് ആസിഡും ആണ്. അപ്പൊ NH4Cl എന്ന് പറയുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. വീക്ക് ബേസ്, അതായത് ഏതായിരിക്കും അതിന്റെ വീക്ക് ബേസ്? NH4OH. സ്ട്രോങ് ആസിഡ് ഏതായിരിക്കും? HCl. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഈ NH4Cl എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുപോലെ NH4NO3, അതുപോലെ CuSO4, ഇവരെല്ലാം ഈ സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ വീക്ക് ബേസിന്റെ കാറ്റയോൺ മാത്രമാണ് ഹൈഡ്രോളിസിസിൽ പങ്കെടുക്കുള്ളൂ. വീക്ക് ബേസിന്റെ കാറ്റയോൺ. അതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. അതിന്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. pKa പകരം pKb വരുന്നു. അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് വീക്ക് ആസിഡ് ആണ്. അതായത് അമോണിയം അസറ്റേറ്റ്, അമോണിയം കാർബണേറ്റ് ഒക്കെയാണ് ഇവിടെയുള്ള എന്ത് എക്സാമ്പിൾസ് വരിക. സോ അതിനകത്ത് ബോത്ത് കാറ്റയോൺ ആൻഡ് ആനിയോൺ അണ്ടർഗോ ഹൈഡ്രോളിസിസ്. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രോളിസിസിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ന്യൂട്രൽ ആവാം, ആസിഡ് ആവാം, ബേസിക് ആവാം, ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അവിടെ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത ആൾക്കാരുടെ സ്ട്രെങ്ത് അനുസരിച്ചിരിക്കും അത് കേട്ടോ. അപ്പൊ അവരുടെ ഇതെന്ന് പറയുന്നത് pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 7 പ്ലസ് ഹാഫ് pKa പ്ലസ് pKb ആണ്. ഇനി എന്താണ് ബഫർ സൊല്യൂഷൻ? ബഫർ സൊല്യൂഷൻ നോക്കൂ, അതായത് ചേഞ്ച് ഇൻ pH. അതായത് നമുക്കറിയാം എല്ലാ സൊല്യൂഷനകത്തും എന്തുണ്ട്? pH എന്ന് പറയുന്ന ആളുണ്ട്, ഒരു വാല്യൂ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനകത്തേക്ക് ചിലപ്പോൾ നമ്മൾ എന്താണ് ഒരു ആസിഡോ ഒരു ആൽക്കലിയോ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള pH എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ബഫർ സൊല്യൂഷൻ ഉണ്ട്, ആസിഡിക് ബഫർ അതുപോലെ തന്നെ ബേസിക് ബഫർ. ആസിഡിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ആസിഡും അതിന്റെ സോൾട്ടും അതുപോലെ തന്നെ സ്ട്രോങ് ബേസും കൂടെ ചേർന്നതാണ് ആസിഡിക് ബഫർ. അതിന് എക്സാമ്പിൾ ആണ് അസിറ്റിക് ആസിഡും സോഡിയം അസറ്റേറ്റ്. അത് ആസിഡിക് ബഫർ ആണ് കേട്ടോ. 4.75 ആണ് വാല്യൂ വരുന്നത്. ഇനി ബേസിക് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ബേസും അതിന്റെ സോൾട്ടും അത് വിത്ത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ചേർന്ന് വരുന്നതാണ്. അത് ബേസിക് ആണ്, 9.25 ആണ് വരുന്നത്. ഇനി ഒരു ബഫർ സൊല്യൂഷന്റെ pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, pH is equal to pKa പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ്. ഇനി ബേസിക് ബഫർ ആണെന്നുണ്ടെങ്കിൽ ആ ആസിഡിന്റെ പകരം അത് ബേസ് ആവുന്നു മാത്രം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ, ബഫർ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. നാച്ചുറൽ ബഫർ ആണ് നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ വെച്ചാൽ നമുക്കറിയാം, നമുക്ക് ബ്ലഡിന്റെ pH വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 7.4 അല്ലെ, ആ രീതിക്കാണ് വരുന്നത് ബ്ലഡ്. സോ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്തൊക്കെ കുടിക്കുന്നുണ്ട്? നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുന്നില്ലേ അല്ലെ? അത് സിട്രിക് ആസിഡ് അല്ല, ആക്ച്വലി ആസിഡ് ആണ്. അതുപോലെ നമ്മൾ അച്ചാർ കഴിക്കുന്നില്ലേ? അച്ചാറിൽ വിനീഗർ എന്ന് പറയുന്ന അസ്കോർബിക് ആസിഡാ, അതും ആസിഡാ. ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് കഴിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരുന്നില്ല അല്ലെ. അപ്പൊ അതിനർത്ഥം എന്താ? ബ്ലഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ബഫർ ആണ്. അതായത് അതിന്റെ pHനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചേഞ്ച്, അതായത് ആസിഡ് അല്ലെങ്കിൽ ഇപ്പൊ ആൽക്കലി, നമ്മൾ കുളിക്കാൻ നേരത്ത് ചിലപ്പോൾ സോപ്പിന്റെ അംശങ്ങളെല്ലാം വായിൽ പോവാം, അത് ആൽക്കലിയാ. ഇപ്പൊ ആസിഡോ ആൽക്കലിയോ മറ്റോ അകത്തേക്ക് വന്നു കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യാതെ എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റ് ചെയ്ത് ആ ഒരു pHന്റെ വാല്യൂ അങ്ങനെ നിർത്തുന്നുണ്ട്.
അതിനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ബ്ലഡിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബ്ലഡ് ഈസ് എ നാച്ചുറൽ ബഫർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇമ്പോർട്ടന്റും കൂടെ ആണ് കേട്ടോ. ആൻസർ ഞാൻ ഇതിനകത്തേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നിങ്ങളത് പഠിക്കണം, ബിക്കോസ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, if the concentration of hydrogen ion in a soft drink is 3 into 10⁻³ -3 മോളാർ, കാൽക്കുലേറ്റ് ഇറ്റ്സ് pH. pH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സോ ഒന്നും നോക്കണ്ട, നമ്മൾ ആദ്യം പഠിച്ച കാര്യം എന്താണ്? pH is equal to -log concentration of H+. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് അല്ലെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. എങ്ങനെയാ വരുന്നത് നോക്കൂ. ഈക്വൽ ടു -log H+ന് പകരം 3 into 10⁻³ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. അപ്പൊ ഇത് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത് കേട്ടോ. അതാണ് ഇതിനകത്തുള്ള കാര്യം തന്നെ. നോക്കൂ, അതായത് ഈ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാല് ആ 10⁻³ ഉണ്ടല്ലോ. ഓക്കെ, സോ അതിങ്ങനെയാണ് വരിക, -3. അപ്പൊ അതെന്തായി മാറും? +3 ആയിട്ട് മാറും. ഓക്കെ, log 3. ഓക്കെ, log 3. ഒരു മിനിറ്റ്. ആ സ്റ്റെപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. -log 3 into 10⁻³ അല്ലേ? അതവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെ വരാൻ നേരത്ത് നമ്മളത് ഇങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. ആ മാറ്റി എഴുതേണ്ടതാണ് നമുക്ക് അവിടെ അറിയേണ്ടത് തന്നെ കേട്ടോ. അതായത് 3 - log 3 ഇങ്ങനെയാണ് അവിടെ വരിക. 3 - log 3 എന്നാണ് വരുന്നത്. ആ 10⁻³ ഉണ്ടല്ലോ, അപ്പൊ ആ മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി മാറും. അതാണ് അവിടെ 3 വരുന്നത്. 3 ഈ -3. ഓക്കെ, മനസ്സിലായല്ലോ? 10⁻³ -3 ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ -3യും ഇവിടെയുള്ള മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി മാറും. അങ്ങനെ 3 - log 3 എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ എന്ത് വരുന്നുണ്ട്? 3 - log 3ന്റെ വാല്യൂ, കുറച്ച് ലോഗിന്റെ ഈ ഒരു 2, 3 അങ്ങനെയുള്ള ലോഗിന്റെ കുറച്ച് വാല്യൂസ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നമുക്കത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അതെ, ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. സോ log 3യുടെ വാല്യൂ ആണ്, ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഏകദേശം നമ്മളിപ്പോ ഇങ്ങനെ എന്താ പറയാ, ഓപ്ഷൻസ് വരുന്ന കേസുകളിൽ അല്ലെ, ഓപ്ഷൻസ് വരുന്ന കേസുകളിൽ നമുക്ക് ഏകദേശം ഇതൊന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? കാരണം ചെയ്ത് നമുക്ക് അത്രയും നേരം പോവുകയാണ് നമ്മുടെ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ അത്രയും ടൈമാണ് അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൂസായി പോകുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം കിട്ടും. 3 മൈനസ് ആണ്, അതായത് 3യിൽ നിന്ന് നമ്മൾ എന്തോ ഒരു വാല്യൂ കുറയ്ക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, 3യിൽ നിന്ന് എന്തോ ഒരു വാല്യൂ കുറയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ ആണെന്ന് വിചാരിച്ചാൽ മതി. അത് ഒരെണ്ണേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. 3ന്ന് കുറയ്ക്കുമ്പോൾ 2 എന്നുള്ള രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ വാല്യൂ എന്തായാലും ഞാൻ പറഞ്ഞുതരാം, 0.47 ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ 3 - 0.47 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, 2.523 ആ വാല്യൂ വരുന്നുണ്ട്. സോ അതാണ് ഇവിടുത്തെ pH എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് Kc ഫോർ ദ എബവ് ഇക്വിലിബ്രിയം. Kcയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ Kpയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പൊ അത് വാല്യൂ ജസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് Kpയും Kcയും കൂടെ ചേർന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? എന്താണ്? അറിയാലോ, നമ്മള് Kp = Kc into RT raised to ആണ് കേട്ടോ, ΔN. ഇൻറ്റു അല്ല, raised to ΔN ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, ഇതില് ΔN കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് അറിയേണ്ടത്. ΔN കേട്ടോ, ΔN കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. അപ്പൊ അതിന്റെ റിയാക്ഷൻ അതിനകത്ത് തന്നിട്ടില്ല അല്ലെ? റിയാക്ഷൻസും കൂടെ തരും കേട്ടോ. സാധാരണ റിയാക്ഷൻസ് തരും, അതിനകത്ത് പ്രൊഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസ് എടുക്കുക. ഓക്കെ, അതിനുശേഷം ആ വാല്യൂ ജസ്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലാതെ വേറൊന്നുമില്ല അതിനകത്ത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കൂ, ഫൈൻഡ് ദ പി of a solution containing equal volume of 0.1 molar NaOH and 0.01 molar HCl. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ അതിന്റെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാലും നിങ്ങളൊന്ന് നോക്കുക. ഈക്വൽ വോളിയം, ഓക്കെ, അതായത് ഈക്വൽ വോളിയം ഓഫ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈക്വൽ വോളിയം ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വരുന്നത് നോക്കൂ, 0.1 മോളാർ NaOH 0.01 മോളാർ HCl ആണ് മിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും അവിടെ NaOHലെ OH മൈനസിന്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുതലായിരിക്കും നമുക്കറിയാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, മോളാർ അതിന്റെ വാല്യൂ കാണുമ്പോൾ അറിയാം. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹൈഡ്രോക്സൈഡ് അയോണിന്റെ 0.1 മൈനസ് 0.01 ആണ് വരുന്നത്. 2 കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ഒരു മോളാർ വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ OH മൈനസ് ആണ് കോൺസെൻട്രേഷൻ കൂടുതൽ. സോ നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, POH വാല്യൂ ആണ് കിട്ടുക കേട്ടോ. POH വാല്യൂ ആണ് കിട്ടുന്നത്. സോ POH പറയുന്നത് മൈനസ് ലോഗ് OH മൈനസ് അല്ലേ, മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ആണ് വരിക. സോ അവിടെ എന്ത് വരും, മൈനസ് ലോഗ് 0.045 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പൊ അതെന്ന് പറയുന്നത് ഏകദേശം 1.35 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇതിന്റെ വാല്യൂ 1.35 വാല്യൂ നമുക്ക് അറിയില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ അപ്പോഴേ പറഞ്ഞ ആ ഒരു ട്രിക്ക് ഉപയോഗിക്കുക, കാരണം അതിനകത്ത് ആ രീതിക്കുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും 1.35 അല്ലേ, അപ്പൊ അതാണ് അവിടെ ഉത്തരം എന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. നമ്മളിപ്പോ കണ്ടുപിടിച്ചത് എന്താ വാല്യൂ, POH വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്, pH കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ pH എന്ന് പറയുന്നത് എന്തായിരിക്കും, 14 മൈനസ് POH ആ. നമ്മൾ പഠിച്ചിട്ടില്ലേ, PH എന്ന് പറയുന്നത് 14 മൈനസ് POH ആണ്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് PH is equal to 14 മൈനസ് POH ആണ്. അതായത് 14ൽ നിന്ന് എന്തോ കുറയ്ക്കുന്ന വാല്യൂ ആണ് നമുക്ക് അവിടെ ആൻസർ ആയി കിട്ടുക. ഓക്കെ, അതായത് ഏകദേശം 12 പോയിന്റ് വരും. ആ ഒരു വാല്യൂ അതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഇസ് ദ PH ഓഫ് ദ സൊല്യൂഷൻ മിക്സിംഗ് 400 ml ഓഫ് എന്താ 0.5 മോളാർ H2SO4ഉം അതുപോലെ 400 ml ഓഫ് 0.5 മോളാർ HCl. സോ ഇത് ഞാൻ അതിന്റെ ഉത്തരം ഇതിനകത്ത് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് നോക്കുക, നല്ല രീതിയിൽ നോക്കുക, എന്നിട്ട് തന്നെത്താനെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ട്രൈ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ ഇതിന്റെ ഡെപ്തിലേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ തന്നെ നോക്കുക, ആൻസർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ POHന്റെയും PHന്റെയും വാല്യൂ കണ്ടുപിടിക്കുക, കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എക്സാമുകളിൽ PH കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നീൽസ് നെക്സ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ആ ഒരു ലിങ്കും കൂടെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഈ ടോപ്പിക് പഠിച്ചതിന് ശേഷം മാത്രം ആ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.